ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറേ കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും പ്രധാനപ്പെട്ട പല കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂസ് വെബ്സൈറ്റ് ആയിട്ടുള്ള news.techmocharts.com എന്നുള്ള വെബ്സൈറ്റിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ റിസൾട്ടാണ്. കമ്പനിയുടെ റവന്യൂ ഈ ക്വാർട്ടറിൽ 38,492 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചത് 15.6% വളർച്ചയുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 3,525 കോടിയായിട്ടുണ്ട്. 12.6% വളർച്ചയുണ്ട്. ഇനി എബിറ്റ നോക്കുകയാണെങ്കിൽ 4,470 കോടിയായിരുന്നു. 14.4% വളർച്ചയുണ്ട്. ഇനി എബിറ്റ മാർജിൻ 150 BPS ഉയർന്ന് 11.6% ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പറേഷണൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് സെയിൽസ് 4,66,993 യൂണിറ്റ്സ് ആയിരുന്നു. ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 8.75% ഗ്രോത്ത് ഉണ്ട്. അതിൽ എക്സ്പോർട്സ് ഗ്രോത്ത് ഓൾ ടൈം ഹൈയിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. 99,220 യൂണിറ്റ്സ് അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് പ്രധാനമായിട്ട് പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, സ്ട്രോങ് ഫെസ്റ്റിവൽ സീസൺ, ദീപാവലി സീസണ് നല്ലൊരു ബൂസ്റ്റ് നൽകിയിട്ടുണ്ട് അവരെ Q3 നമ്പറിലേക്ക്. പിന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ സ്മോൾ കാർ ഡിമാൻഡിലും ചെറിയൊരു ഉയർച്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. ഇനി SUV സെഗ്മെന്റ്, അതാണിപ്പോൾ ഇന്ത്യയിൽ ഹോട്ടായിട്ടുള്ള ഒരു സെഗ്മെന്റ്, അതിൻ്റെ ഗ്രോത്ത് 21.1% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ഇതുപോലുള്ള കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കാണാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിൻ്റെ ന്യൂസ് സെക്ഷനിൽ ഒട്ടുമിക്ക ന്യൂസും ഞാൻ പ്രധാനപ്പെട്ട എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.